ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. ചിക്കൻ ചീസ് ബ്രെഡ് സാൻഡ്വിച്ചാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, കുറച്ച് വെറൈറ്റിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 100 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലില്ലാത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട്. ഇനി മിൻസ് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഈ ഒരു ചിക്കനിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു പാകത്തിനുള്ള അളവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഏതെങ്കിലും ഒരു മിക്സ്ഡ് ഹെർബ്സോ അല്ലെങ്കിൽ ഒരു ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കറക്കിയെടുത്താൽ മതി. എല്ലാം ഒന്നങ്ങ് അടിഞ്ഞു കിട്ടിക്കോളും. കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന പരുവം. ഒരുപാട് അങ്ങ് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് കയ്യിൽ പിടിച്ച് കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊരു പാറ്റി രൂപത്തിലാക്കാൻ വേണ്ടി ഒരു 2 പീസ് ബട്ടർ പേപ്പർ എടുത്ത് വെക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒന്ന് തടവാം. വെളിച്ചെണ്ണയോ മറ്റോ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ബട്ടർ പേപ്പറിന് മുകളിലേക്കാണ് നമ്മൾ പാറ്റി റെഡിയാക്കുന്നത്. അതിന് മുന്നേ തന്നെ കുറച്ച് ചിക്കൻ മിക്സ് എടുത്തതിന് ശേഷം ഒരു ബോൾ പോലെ ആക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ച് നമുക്കൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ കൈപ്പത്തിരിയൊക്കെ ഇങ്ങനെ പരത്തി വെക്കില്ലേ, അതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. അത്യാവശ്യം ഏത് ഷേപ്പിലാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഷേപ്പിൽ എടുക്കാവുന്നതാണ്. നമ്മൾ പാറ്റി, ബർഗർ പാറ്റി ഒക്കെ ആണെങ്കിൽ റൗണ്ടിലാണ്. ഇതിപ്പോൾ ഞാൻ ബ്രെഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങ് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ എക്സ്ട്രാ ചേർത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ, അത്യാവശ്യം ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്രെഡ് കവർ ചെയ്തെടുക്കാൻ പാകത്തിന് ഞാൻ 2 പാറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ബ്രെഡ് അടുപ്പിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 4 ബ്രെഡ് സ്ലൈസാണ് എടുക്കുന്നത്, 2 ചിക്കൻ പാറ്റിയാണ് എടുക്കുന്നത്. അതുപോലെ ഇത് പരത്തുന്ന സമയത്ത് ഒരുപാട് കനം കൂട്ടി എടുക്കണ്ട, കുറച്ച് കനം കുറച്ച് തന്നെ എടുക്കുക. അപ്പോൾ കനം കുറച്ച് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പാനിലേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടർ പേപ്പർ അടിയിൽ വെക്കുന്നത്. കുറച്ച് കനം കുറച്ച് എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് കനം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പാറ്റി വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രിൽ പാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ബേക്കും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാനിൽ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇനി ഗ്രിൽ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റിക്ക് ഒരു ലൈൻസ് ഒക്കെ വരും. അപ്പോൾ പക്ക ഒരു ഗ്രില്ല് ചെയ്തെടുത്ത ഒരു പാറ്റി പോലെ തോന്നിക്കും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, അതുമാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഈ ഒരു പാനിൽ ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ ഒരുപാട് കനമൊന്നും ഇല്ലാതെ ചെയ്തതുകൊണ്ട് തന്നെ ഒരു 2-3 വട്ടം ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ചിക്കനാണ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരുപാട് തീ കൂട്ടി വെച്ച് ചെയ്യരുത്. ഒരുപാട് തീ കൂട്ടി വെച്ച് ചെയ്താൽ ചിക്കൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മൾ ഒന്നിലും ഡിപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് 2 വട്ടമൊക്കെ ഒന്ന് മറിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ടോസ്റ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ബട്ടർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു 4 സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു പാൻ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഒരു സ്ലൈസായിട്ട് സാധാരണ ഒരു സാൻഡ്വിച്ച് പോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ആൾക്കാർക്ക് കഴിക്കാനുണ്ടാവും. അതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ബ്രെഡിൻ്റെ മുകൾ വശത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം.
ടൊമാറ്റോ കെച്ചപ്പിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പാറ്റി വെച്ച് കൊടുക്കാം. 2 പാറ്റിയും വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിനി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ആ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയനൈസാണ്. ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് മേടിച്ച മയനൈസാണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന മയനൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഹോം മെയ്ഡ് മയനൈസ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. എഗ്ലെസ്സും ചെയ്തിട്ടുണ്ട്, എഗ്ഗ് ഉള്ളതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മയനൈസ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മയനൈസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ ജാലപ്പനമാണ് ചേർക്കുന്നത്. ഇത് ഉപ്പിലിട്ടതാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഉപ്പിലിട്ട ഏതെങ്കിലും ക്യാരറ്റോ അതുപോലെ പച്ചമുളകോ കാന്താരിമുളകോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സാലഡ് പോലെയുള്ള ഈ ഒരു കാര്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൽ ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് മുകളിലേക്കും ടോസ്റ്റ് ചെയ്തിട്ടുള്ള 2 ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കും കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം കുറച്ച് സ്പൈസിനെസ്, എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ വളരെ കുറച്ചിട്ടാൽ ഒരു ഭംഗിക്കും അത് ഇടാവുന്നതാണ്. ഞാനിവിടെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കും ആ ഒരു വൈറ്റിൽ റെഡൊക്കെ വരുമ്പോൾ. പിന്നെ കുറച്ച് എരിവുണ്ടാവും, അപ്പോൾ അത് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഏറ്റവും ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഏറ്റവും ചെറിയ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ ബ്രെഡാണ് അടിഭാഗം കരിഞ്ഞു പോകും. കരിഞ്ഞു പോവാതെ ആ ഒരു ചീസ് മെൽറ്റാവുന്നത് വരെ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ചീസ് മെൽറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം മതിയാവും. അപ്പോൾ ഈ ഒരു ചീസ് മെൽറ്റായാൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, അല്ലെങ്കിൽ ഒരു ഡിന്നറൊക്കെ ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഫില്ലിംഗ് ആണ്, നല്ല ഹെവിയാണ്. ചിക്കനും ബ്രെഡും ചീസും ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പീസ് ഇതുപോലെ ഒന്ന് മുറിച്ച് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്